ഹായ് ഓൾ, വെൽക്കം ടു ലവബിൾ സൈക്കോ. എൻ്റെ പേര് റിഷ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കിന് മുന്നേ എൻ്റെ സൂപ്പർ ഫ്രണ്ട്ലി ഡിസ്ക്ലെയിമർ പറയാം. എൻ്റെ ഡിസ്ക്ലെയിമർ ഇച്ചിരി ലെങ്തിയാണ്, സോ ഫീൽ ഫ്രീ ടു സ്കിപ്പ് ഇറ്റ് ആൻഡ് ജംപ് ടു ദ മെയിൻ ടോപ്പിക് ഇഫ് യു വാണ്ട് ടു. എൻ്റെ വീഡിയോസ് എല്ലാം ഷോർട്ട് ഫ്രാഗ്മെൻറ്റ്സ് ആണ്, because I strongly believe it's better to cement one idea at a time than talk about too many things. ഞാനൊരു പ്രൊഫഷണൽ യൂട്യൂബറോ ഇൻഫ്ലുവൻസറോ ഒന്നുമല്ല, അല്ല മോണിറ്റൈസേഷൻ, ലൈക്ക്, സബ്സ്ക്രിപ്ഷന് വേണ്ടി അല്ല ഈ വീഡിയോസ് ചെയ്യുന്നത്. എൻ്റെ ജോബ് സെർച്ച് എക്സ്പീരിയൻസും ഇൻസൈറ്റ്സും ലേണിങ്സും ഒക്കെ ആർക്കെങ്കിലും ഹെൽപ്ഫുൾ ആകും എന്നുള്ള കോൺഫിഡൻസിലാണ് ഇനീഷ്യേറ്റീവ്. എല്ലാവരുടെയും ജോബ് സെർച്ച് ജേർണീസ് ഡിഫറെൻ്റ് ആണെന്ന് എനിക്കറിയാം. സോ ടേക്ക് വാട്ട് ഹെൽപ്സ് യു ആൻഡ് ഇഗ്നോർ വാട്ട് ഡസൻറ്റ് ആൻഡ് ഓൾവേസ് ഫോളോ വാട്ട് സ്യൂട്ട്സ് യുവർ പാത്ത്. ഒട്ടും പ്ലാൻഡായിട്ടും പ്രിപ്പയർഡ് ആയിട്ടും ചെയ്യുന്ന വീഡിയോസ് അല്ല ഇത്. അതുകൊണ്ട് തന്നെ ഇതിൽ ചെറിയ മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാവും, അത് നിങ്ങൾ ക്ഷമിക്കുക. പിന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും എന്നോട് ചോദിക്കാനുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഇമെയിൽ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഐ എം ഓൾവേസ് ഹാപ്പി ടു ഹെൽപ്പ് വെൻ ഐ ഹാവ് എ മൊമെൻറ്റ്. സോ മൈ ഇമെയിൽ ഐ ഡി ഈസ് write2rish.nz@gmail.com. സോ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. ലെറ്റ്സ് ഗോ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് റിജക്ഷൻസ്. റിജക്ഷൻസ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. പല ആൾക്കാർക്കും ആദ്യകാലങ്ങളിൽ ഒട്ടും മനസ്സിലാവാത്തൊരു കാര്യമാണ് റിജക്ഷൻസ്. സോ റിജക്ഷൻസിനെ ഞാൻ വീഡിയോ ചെയ്യുമ്പോഴത്തേനും ഞാനൊരു 3 ചെയ്യാം. 1, ഞാൻ ആദ്യം പറയുന്നത് എങ്ങനെയാണ് നമ്മൾ റിജക്റ്റഡ് ആവുന്നത്. 2, നമ്മൾ എന്തുകൊണ്ട് റിജക്റ്റഡ് ആവുന്നു. 3, ഞാനൊരു യൂഷ്വൽ മൈഗ്രൻ്റ് സ്റ്റോറി പറയാം. ഓക്കെ, സോ ദ ഫസ്റ്റ് വൺ, എങ്ങനെയാണ് നമ്മൾ റിജക്റ്റഡ് ആവുന്നത്. നമ്മുടെ CV എല്ലാം കഴിഞ്ഞു എന്ന് തന്നെ വിചാരിക്കുക. നമ്മൾ അപ്ലൈ ചെയ്ത് തുടങ്ങി എന്ന് വിചാരിക്കുക. വെറുതെ നമ്മളിങ്ങനെ റിജക്ഷൻസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം എങ്ങനെയാണ് റിജക്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ആക്ച്വലി ഒരു റിക്രൂട്ടർ നമ്മുടെ CV എടുത്തിട്ട് നമ്മളെ റിജക്റ്റ് ചെയ്യുകയല്ല ചെയ്യുന്നത്. ഇതെല്ലാം റിക്രൂട്ട്മെൻറ്റ് സോഫ്റ്റ്വെയറിൽ കൂടി ആയിരിക്കും കടന്നു പോകുന്നത്. സോ ബേസിക്കലി ദേ വിൽ ബി സ്ക്രീനിങ് കാൻഡിഡേറ്റ്സ് whom they think are suitable. ബാക്കിയുള്ള എല്ലാവർക്കും അവരെന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ they will just automate the process. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ബാക്കിയുള്ള എല്ലാവർക്കും റിജക്ഷൻസ് അയക്കാനായിട്ട് അവരൊരു ബട്ടൺ ഞെക്കും. സോ വാട്ട് റിയലി ഹാപ്പൻസ് ഇസ് യു ഗെറ്റ്സ് എ റിജക്ഷൻസ് മെയിൽ. ഇതുകൊണ്ടാണ് പല ആൾക്കാർക്ക് ഇത് ഭയങ്കര കൺഫ്യൂസിങ് ആണ്. ഫോർ എക്സാമ്പിൾ, ഈ റിജക്ഷൻ മെയിൽ വരുമ്പോഴത്തേന് എഴുതിയിട്ടുണ്ടാവും, while your skills were amazing, we found somebody whom we thought is better fit for the role. ഇത് ഭയങ്കര കൺഫ്യൂസിങ് ആണ്, നമുക്ക് മനസ്സിലാവത്തില്ല. നമ്മൾ കൊള്ളാം, നമ്മൾക്ക് സ്കില്ലും കൊള്ളാം, പക്ഷേ അവർക്ക് നമ്മളെക്കാട്ടിലും മിടുക്കനായിട്ടുള്ള ഒരാളെ കിട്ടി. ആക്ച്വലി ദ ട്രൂ പാർട്ട് ഇസ് ഇറ്റ് ഈസ് ആക്ച്വലി ഓട്ടോമേറ്റഡ്. വളരെ നൈസായിട്ട് നമ്മളെ റിജക്റ്റ് ചെയ്തെന്ന് പറയാൻ വേണ്ടി ദേ യൂസ് റിക്രൂട്ട്മെൻറ്റ് സോഫ്റ്റ്വെയർ. ഇത്രയേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് റിക്രൂട്ട്മെൻറ്റും റിജക്ഷൻസും ഒന്നും പേഴ്സണൽ അല്ല. അതിനെ നമ്മൾ പേഴ്സണലായിട്ട് എടുക്കേണ്ട ഒരു കാര്യവുമില്ല. റിജക്ഷൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ജസ്റ്റ് പാർട്ട് ഓഫ് എ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്. സോ ഡോണ്ട് ടേക്ക് റിജക്ഷൻസ് പേഴ്സണലി. അത് നമ്മുടെ ഇനീഷ്യൽ ജോബ് സെർച്ചിൽ വളരെ സ്വാഭാവികമായി സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ചില ആൾക്കാരൊക്കെ നമ്മുടെ അടുത്ത് പറയും, ഞാൻ എൻ്റെ ലൈഫിൽ ഇതുവരെ റിജക്റ്റഡ് ആയിട്ടില്ല, ഐ ഹാവ് നെവർ ഫേസ് റിജക്ഷൻസ് ലൈക്ക് ദിസ്. എവിടെ അപ്ലൈ ചെയ്താലും എനിക്ക് റിജക്ഷനാണ് കിട്ടുന്നത്. ഇപ്പം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. റിജക്ഷൻ എന്ന് പറയുന്ന ഒരു സംഭവം നമ്മളോട് ചെയ്യുന്നത് ഇറ്റ് ഈസ് നോട്ട് ഡൺ പേഴ്സണലി, ഇറ്റ് ഈസ് ഡൺ ബൈ എ സോഫ്റ്റ്വെയർ. സോ മൈ ഫസ്റ്റ് അഡ്വൈസ് ടു യു ഇസ് ഡോണ്ട് ടേക്ക് റിജക്ഷൻസ് പേഴ്സണലി. ജസ്റ്റ് think that it's a software that's doing it. Okay, so ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. So thank you guys, hope it helps. Bye.